വേനൽക്കാലത്തോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഏറെ ഇഷ്ടം തോന്നുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. അപ്പോൾ തണ്ണിമത്തനിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഉയർന്ന ജലാംശം, വിറ്റമിൻ സി, വിറ്റമിൻ എ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന തണ്ണിമത്തൻ ഊർജ്ജസ്വലവും ആരോഗ്യകരവുമായ ഒരു ഭക്ഷണമാണ്. വേനൽക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ നല്ലത്. എങ്കിലും തണ്ണിമത്തൻ ഏത് സമയത്തും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഡീഹൈഡ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ് തണ്ണിമത്തൻ. ഈ ഒരു ഫ്രൂട്ടിൽ 90% വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. തണ്ണിമത്തൻ്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുമെന്നുള്ളത്. ഇതിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമുള്ള മുതിർന്നവരിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും വ്യായാമ പ്രകടനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. തണ്ണിമത്തനിൽ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സിട്രുലിൻ എന്ന അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട്. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ സഹായിക്കും. അതുവഴി തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ BP കുറയാനായിട്ടും സഹായിക്കും. ഇനി തണ്ണിമത്തൻ്റെ അടുത്തൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഉയർന്ന വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള തണ്ണിമത്തനുകൾക്ക് കുറഞ്ഞ കലോറിയാണുള്ളത്. ഒരു വലിയ കഷ്ണം തണ്ണിമത്തൻ കഴിക്കുമ്പോൾ തന്നെ താരതമ്യേന വളരെ ചെറിയ കലോറിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതിനാൽ ഇടയ്ക്കിടെ വിശപ്പ് ഉണ്ടാകുന്നവർക്ക് അത് ശമിപ്പിക്കാനായിട്ട് തണ്ണിമത്തൻ നല്ലതാണ്. അങ്ങനെ നമുക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കാതിരിക്കാനായിട്ടും സഹായിക്കും. ഇനി തണ്ണിമത്തൻ നമ്മുടെ സ്കിന്നിനെ അതുപോലെ നമ്മുടെ മുടിയെ എങ്ങനെ സഹായിക്കും എന്ന് നോക്കാം. തണ്ണിമത്തനിൽ ഉയർന്ന അളവിൽ വിറ്റമിൻ എയും വിറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യമുള്ള മുടിക്കും അതുപോലെ ആരോഗ്യമുള്ള സ്കിന്നിനുമൊക്കെ നല്ലതാണ്. നമ്മുടെ മുടിയെയും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മപാളികളെയും ശക്തിപ്പെടുത്തുന്ന പ്രോട്ടീനായിട്ടുള്ള കൊളാജൻ ഉണ്ടാക്കാൻ ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി നമ്മുടെ ശരീരത്തെ സഹായിക്കും. അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ എ നമ്മുടെ സ്കിൻ സെൽസിനെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കും. തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപിനും ബീറ്റാ കരോട്ടിനും ഒക്കെ നമ്മുടെ സ്കിന്നിൽ വെയിലിൽ നിന്നും ഉണ്ടാകുന്ന ഡാമേജുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ടും സഹായിക്കും. ചെറിയ അളവിലുള്ള ഡീഹൈഡ്രേഷൻ പോലും നമ്മുടെ ശരീരത്തിൽ ക്ഷീണം, തലവേദന, പേശിവലിവ്, ബ്ലഡ് പ്രഷർ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ തന്നെ നല്ല ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് നമ്മുടെ തണ്ണിമത്തൻ. ഇതിൽ പ്രധാനമായിട്ടും വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 90% ഇതിൽ വെള്ളമാണ് ഉള്ളത്. അതിനാൽ തന്നെ നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത്. പ്രത്യേകിച്ച് ദാഹത്തിൻ്റെ സംവേദനം അത്ര സജീവമല്ലാത്ത പ്രായക്കാർക്ക് ഈ തണ്ണിമത്തൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ലൈക്കോപ്പിൻ, വിറ്റമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായിട്ടുള്ള ഒരു ഉറവിടമാണ് തണ്ണിമത്തൻ. അതിനാൽ തന്നെ നമുക്ക് വേദന, നീർവീക്കം എന്നിവയിലേക്കൊക്കെ നയിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ചെറുക്കാനായിട്ട് സഹായിക്കും. ലൈക്കോപ്പിന് കോശജ്വലന പ്രക്രിയകളെ തടയുകയും ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നതിനുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിട്ടുമാറാത്ത വീക്കം മാറാനായിട്ടും ഇത് സഹായിക്കും. തണ്ണിമത്തനിലെ ഉയർന്ന വാട്ടർ കണ്ടന്റ് അടിഞ്ഞുകൂടുന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ പല ഹൃദ്രോഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. തണ്ണിമത്തൻ കഴിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയും. ദിവസവും 1 കപ്പ് തണ്ണിമത്തൻ കഴിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതേറെ നല്ലതാണ്. തണ്ണിമത്തൻ കഴിക്കുന്നത് നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥിയൊടിവ് എന്നിവ തടയാനും സഹായിക്കും. വേനൽക്കാലം ആകുമ്പോൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഹീറ്റ് സ്ട്രോക്ക്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ചെറുക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് തണ്ണിമത്തൻ. ഇതിലടങ്ങിയിട്ടുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റുകളും ഒക്കെ നമ്മുടെ ശരീരത്തെ താപാഘാതത്തിൽ നിന്നും തടയുന്നു. ആ സമയങ്ങളിൽ വെയിലത്ത് പോകുന്നതിന് കുറച്ച് മുൻപ് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഹീറ്റ് സ്ട്രോക്കിൽ നിന്നും രക്ഷ നേടാനായിട്ടും സഹായിക്കും. അതായത് തണ്ണിമത്തൻ വേനൽക്കാലത്ത് നമുക്ക് ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെയും കുറേയേറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുമെന്നും കൂടി മനസ്സിലാക്കുക.